അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്ന വാദം സ്വീകരിച്ച ചില ഹംബലികളുണ്ടായിരുന്നു. ആ ചില അത്തരം ആളുകളുടെ പ്രവണത കൊണ്ട് ഹംബലി മദ്ഹബിനിക്ക് തന്നെ ഒരു ചീത്ത പേര് വന്നു. കാരണം ഇവർ ഹംബലികളാണ്. ഈ ഹംബലി എന്ന പേരിൽ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് മുസ്ലിമീങ്ങളായി അറിയപ്പെട്ട ആളുകൾ മോശപ്പെട്ട പണിയെടുത്ത മുസ്ലിമീങ്ങൾക്കല്ലേ മോശം വരിക. ഇതുപോലെ ഹംബലി മദ്ഹബ് സ്വീകരിച്ച് അള്ളാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഹംബലി മദ്ഹബിന് തന്നെ ചീത്ത പേർ വന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഹംബലി മദ്ഹബ് ആ മദ്ഹബല്ല, തജ്സീമിന്റെ വാദമുള്ള ഒരു മദ്ഹബല്ല ഹംബലി മദ്ഹബ്. ആ ചീത്ത പേരിൽ നിന്ന് ഹംബലി മദ്ഹബിനെ രക്ഷപ്പെടുത്താനാണ് ഫസിറുതൽ ഹംബലിയ ബിലാ ഹജ്രിൻ ലിതഹതാത ബിൽ ഖൈറൈനി മുഅ്തദിലാ. മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഹംബലി മദ്ഹബ് സ്വീകരിച്ചതിന്റെ കാരണം അതായിരുന്നു. പക്ഷേ ചില കുരുത്തം കെട്ട മനുഷ്യന്മാർ ആ ഗൗസുൽ ആലമിന്റെ കിതാബിനെയും ദുരുപയോഗം ചെയ്തു. മഹാനായ ഗൗസുൽ ആലമിന്റെ കിതാബിൽ പോലും ഗൗസുൽ ആലം പറയാത്ത ചില കാര്യങ്ങൾ അതിലേക്ക് കടത്തിക്കൂട്ടി. ഗുന്യത്ത് എന്ന പേരുള്ള മഹാനായ ഗൗസുൽ ആലമിന്റെ കിതാബിൽ അള്ളാഹ്ക്ക് അവയവമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ചില വരികൾ ഇത്തരം കുരുത്തം കെട്ട ആളുകൾ അതിലേക്ക് കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോ അതിലേക്ക് കടക്കാനല്ല ഉദ്ദേശിച്ചത്. ആ മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പോലും ശാഫഈ മദ്ഹബ് ആരനായിരുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ശാഫഈ മദ്ഹബ് ആരനാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ശാഫഈ മദ്ഹബ് ആരനാണ്. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ശാഫഈ മദ്ഹബ് ആരനാണ്. ആ നിലയ്ക്ക് എല്ലാ വലിയ വലിയ മഹാന്മാർ സ്വീകരിച്ച ഒരു മദ്ഹബ് അത് ശാഫഈ മദ്ഹബാണ്. ആ ശാഫഈ മദ്ഹബ് പ്രകാരമാണ് ഞാനും നിങ്ങളും നിസ്കരിക്കുന്നത്, ഞാനും നിങ്ങളും നോമ്പ് നോക്കുന്നത്, ഞാനും നിങ്ങളും സക്കാത്ത് കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കർമ്മങ്ങളും ആ ഇമാമുന ശാഫഈ തങ്ങൾ പഠിപ്പിച്ചതുപോലെയാണ്. പക്ഷേ ആ ശാഫഈ ഇമാം മരണപ്പെട്ട പരിശുദ്ധമായ റജബ് മാസം വരുമ്പോ എല്ലാവരും അനുസ്മരിക്കുന്നു. പക്ഷേ നമ്മുടെ നേതാവാകുന്ന ശാഫഈ ഇമാമിനെ നമ്മൾ മറന്നു പോകുന്നു. അതുണ്ടായിക്കൂടാ. നമ്മൾ ആദ്യമായി അനുസ്മരിക്കേണ്ടത് ശാഫഈ ഇമാമിനെയാണ്, അല്ലേ? അല്ലാഹു മഹാനവറുകളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ശാഫഈ ഇമാം കേവലം ഒരു ഫഖീഹ് മാത്രമല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ് ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, 7 വയസ്സാകുമ്പോ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. 13ാമത്തെ വയസ്സിൽ ഇമാം ഷാഫി തങ്ങൾ ജനിച്ചത് ഗസ്സയിലാണ്, ഫലസ്തീനിലെ ഗസ്സയിലാണ്. 13ാമത്തെ വയസ്സിൽ ഇമാം ഷാഫി തങ്ങൾ മദീനത്തെ അന്നത്തെ ഏറ്റവും പ്രഗൽഭനായ മുദർരിസായിരുന്ന, മദീനത്തെ പള്ളിയിലെ ഏറ്റവും വലിയ മുദർരിസായിരുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലേക്ക് ചേരാൻ വേണ്ടി പോകുന്നു 13ാമത്തെ വയസ്സിൽ. പക്ഷേ പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ ആ ഇമാം മാലിക് തങ്ങൾ രചിച്ച കിതാബുൽ മുവത്ത അത് പൂർണ്ണമായും മനപ്പാഠമാക്കിയിട്ടാണ് ഈ കുട്ടി പോകുന്നത്. 13ാമത്തെ വയസ്സിൽ മുവത്ത കാണാതെ പഠിച്ചു. സുബ്ഹാനല്ലാഹ്. നമ്മള് കുട്ടികൾക്ക് ശരിക്കൊരു യാസീൻ ഓതാൻ അറിയാത്ത കാലം, ആ 13ാമത്തെ വയസ്സിന് ദർസിലേക്ക് ചേരുന്നതിന്റെ മുമ്പ് ഇമാം മാലിക് തങ്ങൾ രചിച്ച കിതാബുൽ മുവത്ത കാണാതെ പഠിച്ചിട്ടാണ് ഉസ്താദ് ഇമാം മാലിക്കിന്റെ ദർസിൽ ചേരുന്നത്. എന്നിട്ട് എന്താ അറിയോ?
ഞാൻ ആ ചരിത്രമൊക്കെ വളരെ ദീർഘമായ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഇമാം മാലിക് തങ്ങളെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഇമാം ഷാഫി തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ ബുദ്ധി എന്തായിരുന്നു, ഓർമ്മശക്തി എന്തായിരുന്നു, ഇൽമിന്റെ ആഴം എന്തായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഷാഫി ഇമാമിന്റെ മുന്നിൽ വാദപ്രതിവാദം നടത്തിയിട്ട് ലോകത്ത് ഒരു പണ്ഡിതനും വിജയിച്ചിട്ടില്ല. അത് കർമ്മശാസ്ത്രത്തിന്റെ വിഷയത്തിലായാലും ഏത് വിഷയത്തിലായാലും വാദപ്രതിവാദം നടത്തിയ എല്ലാ ആളുകളും പറഞ്ഞത് ഒരു സിംഹത്തിന്റെ മുന്നിൽ നിന്നതുപോലെയാണ് ഞങ്ങൾക്ക് ഷാഫി ഇമാമിന്റെ മുന്നിൽ നിൽക്കുമ്പോ തോന്നുന്നത്. ആ ഷാഫി ഇമാമ് അവിടുത്തെ 14-ാമത്തെ വയസ്സിൽ മാലിക് ഇമാം തങ്ങളുടെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സംഭവം നടക്കുകയാണ്. എന്താണ് സംഭവം അറിയോ? ഒരു കച്ചവടക്കാരനായ ഒരു മനുഷ്യൻ, എന്ത് കച്ചവടം എന്ന് പറഞ്ഞാല് കോകില വിൽക്കുന്ന കച്ചവടം, പക്ഷികൾ വിൽക്കുമല്ലോ. അപ്പൊ ഈ കോകില വിൽക്കുന്ന ഒരാള് അയാളടുത്ത് ഒരു സംഭവം നടന്നു. എന്താണത്? അയാളടുത്തേക്ക് ഒരാള് കോകില വാങ്ങാൻ വേണ്ടി വന്നു. അങ്ങനെ വാങ്ങാൻ വേണ്ടി വന്നപ്പോ ആ വാങ്ങുന്ന ആള് ചോദിച്ചു, ഇത് ഇയാള് വാങ്ങുന്നത് കറി വെക്കാൻ വേണ്ടിട്ടല്ല, കോകില നല്ല കൂക്കുമല്ലോ, നല്ല ഒരു സുന്ദരമായ സൗണ്ടിൽ, അതിങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിട്ടാണ് അയാൾ ഈ പക്ഷി വാങ്ങുന്നത്. അപ്പൊ ഇയാൾ ചോദിച്ചു, ഇത് എല്ലാ സമയം കൂക്കുന്നുണ്ടല്ലോ, ഞാൻ അതിനാ വാങ്ങുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഓയെ പിന്നെ കൂക്കാതെ, അതെല്ലാ സമയത്തും കൂക്കുന്നുണ്ട്. അങ്ങനെ കൂക്കുന്നില്ലെങ്കിൽ എന്റെ ഭാര്യന്റെ ത്വലാഖ് 3 പോയി. വേണ്ടാത്ത പണിയാണ് എടുത്തത്. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് കിട്ടുന്നൊരു സാധനമാണ് ഈ ത്വലാഖ്. എന്തെങ്കിലും ദേഷ്യം വരുമ്പോ ഭാര്യയോട് പറയും, നിന്നെ 3 തലാഖ് ചൊല്ലി. ചിലപ്പോ ഗൾഫിലായിരിക്കും. ഒരു കാമണിക്കൂർ കഴിഞ്ഞ് അരസം പോകുമ്പോഴാണ് പിന്നെ എനിക്ക് ഇവള് കിട്ടണോ, എനിക്ക് കിട്ടണോ, ഉസ്താദുമാർക്ക് ഫോണാക്കുന്നു, കരയുന്നു. എന്തെങ്കിലും പിരാന്ത് വെകളല്ല അരസം വന്നെങ്കിൽ വേറെന്തൊക്കെ മാർഗമുണ്ട്. ഒന്നൊരിക്കലും ഫോൺ കെട്ടേ അരസം വന്ന, അല്ലെങ്കിൽ അടുത്തുണ്ടെങ്കിൽ വേണമെങ്കിൽ അത്രക്കും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു അടിയങ്ങളും എല്ലാം കൊടുക്കുക. എന്നാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ദ്വണ്ണെടുത്തിട്ട് തല കെട്ടുന്നത്. ഈ ത്വലാഖിലേക്ക് എന്തിനാ പോകുന്നത്? എത്ര ആളുകളാണ്, എത്ര ചെറുപ്പക്കാരാണ് ഇതൊക്കെ നടന്നിട്ട് മസല ചോദിക്കാൻ വേണ്ടി വരുന്നത്. ഞാൻ അങ്ങനെ ചെല്ലിനല്ല, ഇങ്ങനെ ചെല്ലിനല്ല, മറ്റേത് ചെല്ലിനല്ല, എന്തെങ്കിലും മാർഗമുണ്ടോ? മാർഗമുണ്ട്. റോട്ടിൽ ബസ്സും കാറും വന്നു മാർഗം. ഈ 3 തലാഖ് ചൊല്ലിട്ട് മാർഗം ചോദിച്ചിട്ട് എന്താ കാര്യം? ത്വലാഖിനിക്ക് പരിശുദ്ധമായ ഇസ്ലാം ഒരു സുന്ദരമായ മാർഗം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ത്വലാഖ് വെച്ചത്? അരസം വരുമ്പോ ത്വലാഖ് എല്ലാനല്ല. ത്വലാഖ് വെച്ചത് എപ്പോഴാ? അത് 3 ത്വലാഖ് ഒന്നിച്ച് ചൊല്ലിയാലും ത്വലാഖ് സംഭവിക്കുമെങ്കിലും അങ്ങനെയല്ല ഇസ്ലാം ത്വലാഖ് ചൊല്ലാന്റെ രൂപം പഠിപ്പിച്ചത്. ഭാര്യയും ഭർത്താവും ജീവിക്കുമ്പോ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകുന്നതും അരുതായ്മകൾ ഉണ്ടാകുന്നതും പൊരുത്തപ്പെട്ടു പോകാതിരിക്കുന്നതും സ്വാഭാവികമാണ്. മനുഷ്യരാണ്. ഏതോ ഒരു പ്രകൃതിയുടെ സ്വഭാവക്കാരനായ ഏതോ ഒരു ചെറുപ്പക്കാരനും ഏതോ നാട്ടുകാരനായ ഏതോ പ്രകൃതിയുള്ള ഒരു സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുകയാണല്ലോ ഈ വിവാഹം എന്ന് പറയുന്നത്. രണ്ടാളുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കാം. അങ്ങനെ ഇവ രണ്ടാൾക്ക് ഒരു നിലക്കും ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിച്ച് പോകുന്നില്ല എന്ന് തോന്നുമ്പോ അതിന് ത്വലാഖിന്റെ മുമ്പ് തന്നെ ഒരുപാട് ഏർപ്പാടുകളുണ്ട്. കുടുംബങ്ങൾ തമ്മിൽ ബന്ധപ്പെടുകയും മസ്ലഹത്ത് നടത്തുകയും ഇവൻ തന്നെ വെടിഞ്ഞ് വേറെ ബന്ധപ്പെടാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഒന്നും ഫലിക്കുന്നില്ല എന്ന് തോന്നുമ്പോ ഒരു ത്വലാഖാണ് ചൊല്ലേണ്ടത്. ചൊല്ലുകയാണെങ്കിൽ ചൊല്ലണം എന്നല്ലേ പറയുന്ന അർത്ഥം. ഒരു ത്വലാഖ് ചൊല്ലണം. അങ്ങനെ ഒരു ത്വലാഖ് ചൊല്ലി ആ ഒരു ത്വലാഖ് ചൊല്ലിയാൽ 3 ശുദ്ധിയുടെ സമയം തീരുന്നത് വരെ ഇവനിക്ക് സമയമുണ്ട്.
അവളെ തിരിച്ചെടുക്കാനുള്ള സമയമുണ്ട്. ഇത് ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ആ പെണ്ണിന് അത് തന്നെ ത്വലാഖ് ചൊല്ലുമ്പോ ശുദ്ധിയുള്ള സമയത്ത് ത്വലാഖ് ചൊല്ലണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഹൈലുള്ള സമയത്ത് ത്വലാഖ് ചൊല്ലൽ ഹറാമാണ്, പാടില്ല. എന്തുകൊണ്ട്? ഹൈലുള്ള സമയത്ത് ത്വലാഖ് ചൊല്ലിയാൽ ഈ ഹൈലിന്റെ സമയം ഇദ്ദയുടെ സമയമായി കണക്കൂട്ടുന്നില്ല. ആ സമയം അവൾക്ക് വെറുതെ നഷ്ടമാണ്, അവൾ ഇടങ്ങേറാക്കല. അതുകൊണ്ട് പെണ്ണിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഹൈലുള്ള സമയത്ത് ത്വലാഖ് ചൊല്ലരുതെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ശുദ്ധിയുള്ള ത്വലാഖ് സമയത്ത് ത്വലാഖ് ചൊല്ലിയാൽ പിന്നെ 3 ശുദ്ധി തീരുന്നത് വരെ ഈ ഭർത്താവിനിക്ക് അവളെ തിരിച്ചെടുക്കാനുള്ള അവസരമുണ്ട്. നിക്കാഹ് നടത്തണ്ട, ഞാൻ എന്റെ ഭാര്യനെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ തീർന്നു. എത്ര എളുപ്പമുണ്ട്. ഈ 3ലേക്ക് എന്തിനാ ഒറ്റയടിക്ക് ചാടുന്നത്? അങ്ങനെ 3 ശുദ്ധി ഏകദേശം ഒരു 3 മാസത്തിന്റെ സമയം വരും. ഈ 3 മാസത്തിൽ ഏതായാലും ഈ പെണ്ണും ചിലപ്പോ ഖേദിക്കും, ഈ ആണും ഖേദിക്കും. തമ്മിൽ നമുക്ക് ഏതായാലും ഒന്നിച്ച് ജീവിക്കാം. കഴിഞ്ഞതൊക്കെ കഴിയട്ടെ, നടന്നതൊക്കെ നടക്കട്ടെ, അതൊക്കെ പോട്ടെ, അതൊക്കെ മറന്ന് ഒരു പുതിയ ജീവിതം നമുക്ക് ജീവിക്കാം എന്ന രണ്ടാൾക്കും കുറ്റബോധമുണ്ടാകും. അതുകൊണ്ട് തന്നെ 3 മാസത്തിന്റെ സമയമുണ്ട്. അങ്ങനെ വീണ്ടും വിവാഹത്തിലേക്ക് അവിടെ മടങ്ങി വരുന്നു. എങ്ങനെ? കേവലം ഞാൻ ഇസ്തർജഅ്തു എന്ന് പറയലോടുകൂടെ, ഞാൻ എന്റെ ഭാര്യനെ തിരിച്ചെടുത്തു എന്ന് പറയലോടുകൂടെ അവർ മുമ്പത്തെ അതേ നിക്കാഹിലേക്ക് വന്നു. വേറൊരുത്തൻ കല്യാണം കഴിക്കേണ്ടതില്ല, നിക്കാഹ് നടത്തേണ്ടതില്ല. കേവലം ഒറ്റൊരു വാക്കുകൊണ്ട് അവൾ വീണ്ടും നിക്കാഹിലേക്ക് കടന്നു വരുന്നു, ഭാര്യയാകുന്നു. അങ്ങനെ വീണ്ടും രണ്ടാമത് ജീവിച്ചു, ഭാര്യയും ഭർത്താവായി ജീവിച്ചു. പിന്നീടും ഇവർക്ക് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ഭാര്യയും ഭർത്താവായി ജീവിക്കാൻ കഴിയുന്നില്ല, തമ്മിൽ കുഴപ്പമാണ്, പ്രശ്നമാണ്. അങ്ങനെ വരുന്നു. എന്നാൽ അങ്ങനെ വരുമ്പോ രണ്ടാമതും ഇവർക്ക് യോജിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് രണ്ടാമത്തൊരു തവണ ഒരു ത്വലാഖും കൂടി ചൊല്ലാം. അപ്പോൾ ഒറ്റ തലാഖില്ല. അങ്ങനെ രണ്ടാമത്തെ തലാഖ് ചൊല്ലിയാൽ വീണ്ടും 3 ശുദ്ധി തീരുന്നത് വരെ അവളെ തിരിച്ചെടുക്കാനുള്ള അവസരമുണ്ട്. നിക്കാഹ് നടത്തണ്ട, വേറൊരു ഭർത്താവ് കല്യാണം കഴിക്കണ്ട. ഈ 3 മാസത്തിന്റെ ഉള്ളിൽ വീണ്ടും അവർക്ക് മനംമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ 2 തലാഖും നടന്നു. തിരിച്ചെടുത്തു വീണ്ടും ഭാര്യ ഭർത്താവായി ജീവിച്ചു. പക്ഷെ പിന്നീടും അവർക്ക് പൊരുത്തപ്പെട്ട് സുഖത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോ ഉറപ്പായല്ലോ 2 വട്ടം നടന്നു. ഇനി 3ാമത്തെ വട്ടവും ഇത് യോജിച്ചു പോകുന്ന പ്രശ്നമല്ല. ഇനി ഇവരെ കൊണ്ട് ശരിക്കും ഭാര്യ ഭർത്താവായി സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞു, അവൾ 3ാമത്തൊരു തലാഖും ചൊല്ലി അവൾ വേറൊരു ഭർത്താവിനെ കല്യാണം കഴിക്കട്ടെ, ഇവൻ വേറൊരു ഭാര്യനെ കല്യാണം കഴിക്കട്ടെ. അവിടെയൊക്കെ തീർന്നു, ഫിനിഷ്. ഇതാണ് ഇസ്ലാം വെച്ച തലാഖിന്റെ വ്യവസ്ഥ. അല്ലാതെ ഈ ഭർത്താവ് 3ാമത്തെ വേറൊരു ഭർത്താവിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് 3 തലാഖും ഒറ്റയടിക്ക് ചൊല്ലി ഏതോ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഒരു റൂം എടുത്ത് ഒറ്റ ദിവസത്തിലേക്ക് നിക്കാഹ് ചെയ്തു കൊടുത്ത് രാത്രി ബന്ധപ്പെട്ടു രാവിലെ തലാഖ് ചൊല്ലി പോകാൻ വേണ്ടിയിട്ടല്ല ഇസ്ലാം ആ വ്യവസ്ഥ വെച്ചത്. അങ്ങനെയായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നില്ല, ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു. ഇടക്ക് നമ്മുടെ നാട്ടിൽ എന്ത് ചെന്ന് നമുക്ക് അറിയില്ല. അതിനെ ചില ഈ നക്കി നിൽക്കുന്ന നാട്ടിൽ യുദ്ധത്തിന്റെ മാപ്പിള എന്താ ചെന്നറിയ എന്തൊരു പേരുണ്ട്, യുദ്ധത്തിന്റെ മാപ്പിള, മുഹല്ലിൽ എന്ന് പറയും അറബിയിൽ. അതായത് വേറൊരു ഭർത്താവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്ന ആ സംഗതി ഉണ്ടല്ലോ. ആ മുഹല്ലിനെയും ആർക്ക് വേണ്ടിയാണോ ഇവൻ കല്യാണം കഴിക്കുന്നത് ആ തലാഖ് ചൊല്ലിയ ഭർത്താവ് രണ്ടാളെയും അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു എന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇടക്ക് ഈ സ്റ്റെപ്പിനായിട്ട് വരാൻ വേണ്ടിയിട്ടല്ല ഇസ്ലാം വെച്ചത്. ഈ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കി ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇയാൾ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞ ചരിത്രം പകുതിയിലാണ്. ഈ പക്ഷി വിൽക്കുന്ന ആള് പറഞ്ഞു, എന്റെ ഈ പക്ഷി എനി ടൈം കൂക്കുന്നുണ്ട്, കൂക്കിയില്ലെങ്കിലോ എന്റെ ഭാര്യന്റെ തലാഖ് 3 പോയി. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? ഈ പക്ഷി കൊണ്ടുപോയി നോക്കുമ്പോ അതുണ്ടോ ഇങ്ങനെ കൂക്കുന്നു. അതെ, അതിന് തോന്നുമ്പോ കൂക്കും. 24 മണിക്കൂർ അത് കൂക്കൂ. അതിന് തോന്നുന്ന സമയത്ത് അത് കൂക്കുന്നല്ലാതെ
അപ്പൊ അയാള് വീണ്ടും വന്നു. ഈ വിറ്റാളടുത്തേക്ക് അയാളടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ എനി ടൈം ഈ കോകില കൂക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇയാളാണെങ്കിലോ ഭാര്യന്റെ ത്വലാഖത്തിനോട് ബന്ധപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യും? എനി ടൈം കൂക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഭാര്യന്റെ 3 ത്വലാഖും നടന്നു എന്നാണ് അയാൾ പറഞ്ഞത്. ഇയാള് കുടുങ്ങിയില്ലേ? അങ്ങനെ വരുന്നു ഇമാം മാലിക് തങ്ങൾ അടുക്കലേക്ക് മസ്അല ചോദിക്കാൻ. ഇമാം മാലിക് തങ്ങളെ സദസ്സിൽ ഷാഫി എന്ന പേരുള്ള ഷാഫി ഇമാമാകുന്ന 14 വയസ്സുകാരനായ കുട്ടിയുണ്ട്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ കുട്ടികളൊക്കെ ഗ്രൗണ്ടിൽ ബാറ്റും ബോളും പിടിച്ച് കളിക്കുന്ന കാല. ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഈ സാധു മസല ചോദിച്ചു, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് നടന്നു, എന്താണ് അതിന്റെ പ്രതിവിധി, അതിന് പരിഹാരം എന്താണ്? ഇമാം മാലിക് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ നിഷേധിച്ചില്ല. ഇന്ന് ചില ആളുണ്ട് അങ്ങനെ തലാഖ് ചൊല്ലിട്ട് ഞാൻ അങ്ങനെ ചെല്ലിയനല്ല, ഇങ്ങനെ ചെല്ലിയ, ഇങ്ങനെ തലാഖ് എന്നല്ല, എന്നെ തലാഖ് എന്നല്ലേ അങ്ങനെ ഉണ്ട്. കാഫനെ മതി ഗാക്കുന്ന എങ്ങനെയും കിട്ടണം. അങ്ങനെ മാലിക് ഇമാം പറഞ്ഞു, എന്നാ നിന്റെ 3 തലാഖും പോയി. 3 തലാഖും പറഞ്ഞു, ഇനി അവളുമായി ബന്ധപ്പെടാൻ പറ്റൂല, ഭാര്യയാക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഇയാൾ എന്ത് ചെയ്യും? ഒരലി പെണ്ണുങ്ങൾ ഇവിടെ ചോറാക്കിയിട്ട് കാത്തുകൊണ്ടിരിക്കുകയാണ് ഭർത്താവ്. ഇയാൾ പോയിട്ട് ഞാനില്ലേ 3 തലാഖ് ചെല്ലിന്ന് പറഞ്ഞ ഏത് മോത്താ പറയാ? സുബ്ഹാനല്ലാഹ്. മാച്ചിലെടുത്ത് അടിക്കൂലേ? അങ്ങനെ ഇയാൾ ഇങ്ങനെ ബേജാറിൽ പോവാണ്. ബേജാറിൽ പോകുമ്പോ കുറച്ചും കഴിയുമ്പോ ദർസ് കഴിഞ്ഞു. ഈ ഷാഫി എന്ന പേരുള്ള കുട്ടി ബാക്കിൽ ഓടുന്നു. ഈ സാധുവിന്റെ ബാക്കിൽ പോയി ചോദിക്കുന്നു, കാക്ക എന്താണ് നിങ്ങളെ സംഗതി, നിങ്ങളെ മസല എന്താണ്? അയാള് പറയുന്നു, മോനെ സംഭവം ഇതാണ്. ഉസ്താദ് എന്ത് പറഞ്ഞു? ഉസ്താദ് പറഞ്ഞു 3 തലാഖും നടന്നിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടി പറയുന്നു, ഇല്ല, നിങ്ങളെ ഭാര്യന്റെ തലാഖ് നടന്നിട്ടില്ല, 3 തലാഖ് പോയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഫത്വ കൊടുത്തത് ഉസ്താദാണ്. 14 വയസ്സുള്ള കുട്ടി പോയിട്ട് പറയുന്നത് തലാഖ് നടന്നിട്ടില്ല. നമ്മളെ മുത്താലിമകള് ഞങ്ങൾ പറഞ്ഞൊരു മസലക്കെതിരെ ഇവിടെ ഫത്വ കൊടുത്താൽ എന്താക്കും? ചവിട്ടിട്ട് പുറത്താക്കും. നമുക്ക് ഇത്ര ബലിയായി ഫത്വ കൊടുക്കാൻ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, 14 വയസ്സാള്, നിങ്ങളെ ഭാര്യന്റെ തലാഖ് പോയിട്ടില്ല. അയാള് വന്നു തലയും ചൊറിഞ്ഞിട്ട് ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മാലിക് ഇമാം ചോദിച്ചു, എന്തേ വന്നൊന്നുമില്ല, നിങ്ങളെ ദർസിൽ പഠിക്കുന്ന ഒരു ചെറിയ ഷാഫി എന്നുള്ള ഒരു ചെക്കനുണ്ട്, അയാൾ വന്നിട്ട് പറഞ്ഞു തലാഖ് പോയിട്ടില്ല. മാലിക് ഇമാമിന് ഇത് അറിയാഞ്ഞിട്ടല്ല, ഈ കുട്ടിന്റെ കാര്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനായിരിക്കാം. അവിടുത്തെ കറാമത്ത് കൊണ്ട് ഈ കുട്ടിയുടെ ശക്തിയും കഴിവും മാലിക് ഇമാം അറിഞ്ഞിട്ടുണ്ടാവാം. ഷാഫി എന്ന കുട്ടിനെ ഇമാം മാലിക് തങ്ങൾ വിളിച്ചു, മോനെ ഇയാളോട് നീ എന്ത് പറഞ്ഞു? ഷാഫി ഇമാം പറഞ്ഞു, ഞാൻ തലാഖ് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക് തങ്ങൾ ചോദിക്കുന്നു, നീ എങ്ങനെയാ അങ്ങനെ ഫത്വ കൊടുത്തത്? എന്താണ് നിന്റെ തെളിവ്? ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, നിങ്ങളല്ലേ ഉസ്താദെ ഞങ്ങൾക്ക് ദർസിൽ ഒരു ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഏത് ഹദീസാണ് മോനെ ഞാൻ പറഞ്ഞത്? അത് ഫാത്തിമ ബിൻത് ഖൈസ് എന്ന പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണത്? ഫാത്തിമ ബിൻത് ഖൈസ്, ഖൈസ് എന്നവളുടെ മകളായ ഫാത്തിമ എന്നൊരു പെണ്ണുങ്ങള് അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, നബിയേ എന്റെ വിവാഹാലോചന 2 ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എന്നെ കല്യാണം കഴിക്കാൻ 2 ആള് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒന്ന് അബുൽ ജഹ്മാണ്, മറ്റൊന്ന് മുആവിയാണ്.
ഞാൻ ആരെയാണ് നബിയെ വിവാഹം കഴിക്കേണ്ടത്? ആരെയാണ് നബിയെ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? അള്ളാന്റെ റസൂലിനോട് മുഷാവറ നടത്താനാണ് ആ പെണ്ണുങ്ങൾ വന്നത്. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മോളെ, അമ്മ അബുൽ ജഹ്മി, അബൂ ജഹ്മ് എന്ന ആള് നിങ്ങളെ പെങ്കറ്റ് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അദ്ദേഹം ലാ യലഉ അസ്വാഹു അന്നാതിഖിഹി, ബഡി പെരടിയിൽ നിന്ന് താഴെ വെക്കാത്ത ആളാണ്. ബഡി പെരടിൻ താഴെ വെക്കാത്ത ആളാണ് അബുൽ ജഹ്മ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലറാബാണ്, ധാരാളം മടിക്കുന്ന ആള്, ഭയങ്കര മടിക്കുന്ന ആളാണ് പെണ്ണുങ്ങൾക്ക്. ഭാര്യക്ക് നിങ്ങക്ക് തല്ലി സഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓക്കെ. അതേസമയം അമ്മ മുആവിയോ ഫസുലൂകുൻ ലാ മാല ലഹു, അയാള് ദരിദ്രനാണ്, പാവപ്പെട്ട ഒരു ഫഖീറാണ്, അയാളുടെ അടുത്ത് ന്യായ പൈസ ഇല്ല. അയാളെ ദാരിദ്ര്യം സഹിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? നീ ഓക്കെ ആക്കിക്കോന്നു. അപ്പൊ ഈ ഹദീസാണ് ഷാഫി ഇമാം തന്റെ മസ്അലക്ക് തെളിവാക്കിയത്. എങ്ങനെ അതിൽ തെളിവായത്? മാലിക് ഇമാം ചോദിച്ചു, ഇതിലെവിടെയാ തെളിവ്? 14 വയസ്സുകാരനായ ഈ ഷാഫി എന്ന് പറയുന്ന ഈ കുട്ടിയോടാ ചോദിക്കുന്നത്. ഇമാം ഷാഫി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു ആ സദസ്സിൽ. അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ അബുൽ ജഹ്മിനെ പറ്റി, വഅമ്മ അബുൽ ജഹ്മി ലാ ഫലാ യലഉ അസാഹു അനാതിഖിഹി, അബുൽ ജഹ്മ് അദ്ദേഹത്തിന്റെ പെരടിയിൽ നിന്ന് ബടി താഴെ വെക്കാത്ത ആളാണെന്നല്ലേ റസൂലുള്ള പറഞ്ഞത്? അതെ, ബടി താഴെ വെക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കടക്കുമ്പോഴും കുളിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ഒക്കെ അയാളെ പെരടിയിൽ ബടി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം? അല്ല, കൂടുതൽ നേരം ഉണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ അടിക്കൂന്നാണ് അതിന്റെ മാന. അല്ലാതെ 24 മണിക്കൂർ അടിക്കൂന്നല്ല. അധികവും അടിക്കുന്ന ആളാണ്. ഇതുപോലെ അത് എനി ടൈം കൂക്കുന്നു എന്ന് പറഞ്ഞാൽ അധികം കൂക്കുന്നു എന്നാണ്, അല്ലാതെ 24 മണിക്കൂർ ഇടമുറിയാതെ കൂക്കണമൊന്നുമില്ല. ആ വാക്കിന്റെ അർത്ഥം അതാണ്. അത് ഈ ഹദീസ് നമുക്ക് കിട്ടുന്നു ഇമാം ഷാഫി. സുബ്ഹാനല്ലാഹ്, 14 വയസ്സുള്ള കുട്ടിയാണ് ഹദീസിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യുന്നത്. ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, ശരിയാണ് നീ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അതാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ മുഫ്തിയായി പ്രഖ്യാപിക്കപ്പെട്ടു. ലോക പ്രശസ്തമായ ഏറ്റവും മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഇമാമുന ശാഫിഈ തങ്ങൾക്ക്. ഏതാണ് ആ കിതാബ് അറിയോ? എല്ലാ മഹാന്മാരും ഇമാമീങ്ങളും അത്ഭുതപ്പെട്ടു പോയൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് കിതാബുർ റിസാല. ഇമാം മുസനി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്. ആ ഇമാം മുസനി തങ്ങൾ പറയുന്നു, എന്റെ ഉസ്താദ് ഇമാമുന ഷാഫി തങ്ങൾ എഴുതിയ ഈ കിതാബുർ റിസാല ഞാൻ 500 വട്ടം ഓതിയിട്ടുണ്ട്. 500 വട്ടം വായിച്ചിട്ടുണ്ട്. ഓരോ വട്ടം വായിക്കുമ്പോൾ മുമ്പ് കിട്ടാത്ത ഇൽമാണ് എനിക്ക് കിട്ടുന്നത്. ആ നിലക്കുള്ള ഒരു കറാമത്തിന്റെ കിതാബാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബുൽ ഔസത്, മുഹമ്മദ് ബിൻ ഹസൻ എന്ന ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യനിൽ നിന്ന് വായ്പ വാങ്ങുന്നു ഇമാം ഷാഫിഈ ഒരു കിതാബ്. എന്നിട്ടോ ആ കിതാബ് ഒരു രാത്രി ഒരു പകല് കൊണ്ട് പൂർണ്ണമായി മനപ്പാടമാക്കി. ഒരു കിതാബ് തന്നെ കേവലം ഒറ്റ രാത്രിയിലും ഒരു പകലും. സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ. ഞാൻ ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. ആ ഇമാം ഷാഫി തങ്ങളെ നേരെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആരാ ഇമാം അഹ്മദ് ബിൻ ഹംബൽ? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ആളാണ്. 10 ലക്ഷം ഹദീസ്, അതിന്റെ സനദടക്കം 1-2 അല്ല. ഞങ്ങൾ നോക്കിയിട്ടേ ഉണ്ടാവില്ല 10 ലക്ഷം ഹദീസ്. ഇത് മനപ്പാടാണ്. ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, എനിക്ക് ഒരു മസ്അലയിൽ അള്ളാന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ
ആ വിഷയത്തിൽ ഞാൻ സ്വീകരിക്കുന്ന അഭിപ്രായം എന്റെ ഉസ്താദ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ അഭിപ്രായമാണ്. കാരണം എനിക്ക് ഇമാം ഷാഫി തങ്ങളെ വാക്ക് ഹദീസിന്റെ സ്ഥാനത്തിലാണ്. അതാണ് ഇമാം ഷാഫി. ശിഷ്യന്റെ വീട്ടിലേക്ക് ഒരു ദിവസം പോയി, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോ വരുന്ന വിവരം അറിഞ്ഞപ്പോ അഹ്മദ് ബിൻ ഹംബൽ മകളെ വിളിച്ചു പറഞ്ഞു, മോളെ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വലിയൊരു മഹാൻ വരുന്നുണ്ട്. ആരാണ്? എന്റെ ഉസ്താദ് ഷാഫി ഇമാം വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, മകൾക്ക് വലിയ സന്തോഷായി. കാരണം പലപ്പോഴും ഈ ഷാഫി ഇമാമിന്റെ മദ്ഹ് അഹ്മദ് ബിൻ ഹംബൽ അഥവാ ബാപ്പ ഇങ്ങനെ പറയും. അപ്പൊ ഉസ്താദിനെ, എന്റെ ബാപ്പന്റെ ഉസ്താദിനൊന്ന് കാണണം എന്ന് വലിയൊരു ആഗ്രഹം. അവിടുത്തെ ഇബാദത്ത് എന്താണെന്നൊക്കെ നോക്കണം. അങ്ങനെ രാത്രി വീട്ടിൽ വന്നു, രാത്രി ഭക്ഷണം കഴിച്ചു ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഉളു കൊടുത്തു, നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങി. ഇമാം ഷാഫി തങ്ങള് റൂമിൽ ഒരുക്കി വെച്ച ആ റൂമിൽ കടന്നു. അങ്ങനെ ഷാഫി ഇമാമിന്റെ ജീവിതത്തിന്റെ ശൈലി രാത്രിനെ 3 ഭാഗമാക്കി. ഒരു ഭാഗം നിസ്കാരത്തിനും, ഒരു ഭാഗം ഇൽമിനും, ഒരു ഭാഗം ഉറക്കിനും. അങ്ങനെയാണ്. അങ്ങനെ രാവിലെ എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞു, സുബഹി നിസ്കാരം കഴിഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോ അതിന് മുമ്പ് ഈ മകള് ഉപ്പയോട് ചോദിക്കുന്നു, ഉപ്പ നിങ്ങൾ ഭയങ്കര മദ്ഹ് പറയുന്നുണ്ടല്ലോ ഉസ്താദിനെ, ആ ഉസ്താദ് കൂടുതൽ ഇബാദത്തൊന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ രാത്രി മുഴുവനും നിസ്കരിക്കുന്നു, ഉസ്താദ് നിസ്കരിക്കാതെ കടന്നുറങ്ങിയല്ലോ. അപ്പോ പോകുന്ന സമയത്ത് ഇമാം ഷാഫി അവിടുത്തെ കറാമത്ത് കൊണ്ട് ഇക്കാര്യം ഷാഫി ഇമാമൊക്കെ അറിയുന്നു. ഇമാമുന ഷാഫി തങ്ങൾ അഹ്മദ് ബിൻ ഹംബലിന്റെ അടുക്കൽ അവസാനം വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോ ശിഷ്യനോട് പറഞ്ഞു, ഇന്നലത്തെ രാത്രി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നല്ല രാത്രിയായിരുന്നു. ഞാൻ ഒറ്റ കടത്തത്തിൽ ഒരുപാട് മസ്അലകൾ കണ്ടുപിടിച്ചു. ഉറങ്ങിയതല്ല, വിശുദ്ധ ഖുർആൻ കടന്നിങ്ങനെ പാരായണം ചെയ്ത് ഹദീസുകൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നു. ഖുർആൻ പാരായണം ചെയ്യുന്നു, ഇസ്ലാമിന്റെ നിയമങ്ങളും കർമ്മശാസ്ത്ര നിയമങ്ങളും ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇൽമുമായി ബന്ധപ്പെടുന്നതിനാണ് ആ തഹജ്ജുദ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനേക്കാൾ ഏറെ പവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇമാമുന ഷാഫി തങ്ങൾ പറഞ്ഞു, മോനെ, എന്റെ ഏറ്റവും നല്ല രാത്രിയായിരുന്നു ഇന്നലത്തെ രാത്രി. ഞാൻ ധാരാളം മസലകൾ ഇന്നലത്തെ ആ രാത്രിയിലെ ഒറ്റ കടത്തത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതും പറഞ്ഞ് ഇറങ്ങിപ്പോയി. മോളെ വിളിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, മോളെ, ഇന്നലെ എന്റെ രാത്രി ഞാൻ നിസ്കരിച്ച നിസ്കാരം ഒന്നുമല്ല, അതിനേക്കാൾ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് എന്റെ ഉസ്താദ് ഷാഫി ഇമാം ആ കടന്നിട്ട് ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുന്നു. ആ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. പക്ഷെ ഫിഖ് കൊണ്ട് കൂടുതൽ ബന്ധപ്പെട്ടത് കൊണ്ട് നമ്മളൊക്കെ അങ്ങനെ അദ്ദേഹത്തിനൊരു ഫഖീഹ് മാത്രമായി കാണരുത്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാ ആ ഷാഫി ഇമാമിനെ നമ്മൾ പരിശുദ്ധമായ റജബിൽ അനുസ്മരിക്കണം. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ടും അവിടുത്തെ മദദ് കൊണ്ടും നമ്മുടെ ആഖിറം സലാമത്താക്കി തരുമാറാവട്ടെ. നമുക്കൊക്കെ ഇൽമ അല്ലാഹു തആല ഏറ്റി തരുമാറാവട്ടെ. അല്ലാഹുവേ, ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ചൊല്ലി ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദാറുൽ മുസ്തഫയുടെ 10ാം വാർഷികവും ദർസിന്റെ 25ാം വാർഷികവും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ നെച്ചബെട്ടിൽ വെച്ച് നടക്കുന്നു. നാട്ടുകാരായ നിങ്ങളെല്ലാവരെയും ആ മഹത്തായ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും വന്ന് സഹകരിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്
മുഹമ്മദ് എന്ന പരിശുദ്ധമായ വാക്കുകളെ കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ചെറിയ സമയങ്ങളെ കൊണ്ട് നല്ല ഉപദേശങ്ങൾ